ഹേയ് മെഡിക്കോസ് ആൻഡ് പ്രണവ്യ ആ ഫൈനൽ പ്രൂഫ് BAMS. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് പ്രത്യേകിച്ച് പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ റെക്കോർഡുണ്ട്, പിന്നെ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതണം, അല്ല എഴുതാനായിട്ട് പോകണം. പക്ഷെ ആ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് എന്ത് ചെയ്യുന്നു അത് മാത്രം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഹോസ്റ്റലിൽ അധികം ആരും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അന്തരീക്ഷം നല്ല തെളിഞ്ഞു നിൽക്കുന്നത് കാണുന്നത്. പിന്നെ ജസ്റ്റ് ക്യാറ്റ് വാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ടിപ്പർ നിറയെ മണ്ണും കൊണ്ട് വരുന്നത് കണ്ടു. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ ആലോചിച്ചു. പക്ഷെ റെക്കോർഡ് എഴുതാനുണ്ടായിരുന്നുണ്ട്, അതൊക്കെ വിട്ടു. പിന്നെ ഈ റെക്കോർഡ് റീസബ്മിഷനാണ് കേട്ടോ. അത് എങ്ങനെ ഒപ്പിച്ച് വെച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ കുറേ നേരം ഇന്ന് ചിറ്റ് ചാറ്റ് ചെയ്തു. ഇത് നമ്മുടെ ക്ലീനിങ്ങിൽ വരുന്ന ആൻറ്റി, പിന്നെ നമ്മുടെ മെട്രിൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അതായത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ റെനോവേഷനാണ്. അപ്പോൾ അതാ വീണ്ടും ടിപ്പറിൽ മണ്ണുമായിട്ട് വന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഗളിവേഴ്സ് ട്രാവൽ ആ സംഭവമില്ലേ, അപ്പോൾ ഗളിവർ പെട്ടെന്ന് ചെറുതായി പോകുന്നു, അപ്പോൾ അവിടെയുള്ള മനുഷ്യരൊക്കെ വലുതാവുന്നു, അപ്പോൾ അവനെ ഇങ്ങനെ തൂക്കിയെടുക്കുന്നു. അതുപോലെ ഞാൻ ചിന്തിച്ചായിരുന്നു, ഞാൻ എന്തുമാത്രം ചെറുതാണ് ആ ടിപ്പറിൻ്റെ മുമ്പിൽ. പിന്നെ ഹോസ്റ്റലിന് പുറത്ത് പോകാൻ നോക്കിയപ്പോഴത്തേക്കും ശങ്കരൻ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയെ പറ്റിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നു, ചെക്ക് ഇൻ ചെയ്തു, ലൈബ്രറിക്കകത്ത് കയറി സ്വല്പം മ്യൂസിക്കൊക്കെ ആവാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോഴാണ് ഇനി ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതിനകത്ത് അഷ്ടാംഗഹൃദയത്തിൽ ആദ്യത്തെ ശ്ലോകം ഉണ്ടല്ലോ, അതിൽ പറയുന്നുണ്ടല്ലോ എന്താ രാഗാതിരോഗൻ, അതിനകത്ത് അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ ഒരു ബുക്ക് എൻ്റെ കണ്ണിൽ തടഞ്ഞു. അതൊരു സംസ്കൃതത്തിൻ്റെ ബുക്കാണ്. അപ്പോൾ അതിനകത്ത് എന്താ ഭവതഃ നാമക്കിം ഭവത്യാഹ നാമക്കിം ഇതൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ടിപ്പർ തിരിച്ചു പോകുന്നത് കണ്ടത്.